വയനാട് ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ദുരന്ത സ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ കെപിസിസിക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ സൂചന. ഷോളയാറിൽ കൊമ്പൻ കപാലി ഡെപ്യൂട്ടി തഹസിൽദാറുടെ വാഹനം ആക്രമിച്ചു. തഹസിൽദാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കാട്ടാനഭീതിയിൽ മുള്ളൂർക്കര വാഴക്കോട് നിവാസികൾ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൻമരങ്ങൾ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി പരാതി. പ്രദേശത്ത് മാലിന്യ പ്രശ്നവും രൂക്ഷം. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പീച്ചി ഡാം തുറന്ന് വിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും മുൻകരുതലുകളും അനിവാര്യമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന സംഘം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കുവാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചാലിയാറിലെ തിരച്ചിലും ഊർജിതമാക്കും. സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരും. ദുരന്ത സ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 402ആയി. 180ഓളം പേരെ ഇനിയും കണ്ടെത്തുവാനുണ്ട്. ഐബോർഡ് ഡ്രോൺ പരിശോധനയിലൂടെ ലഭിച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ച് 6 സോണുകളിലായാണ് തിരച്ചിൽ നടത്തുന്നത്. ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്ത 29 പേരുടെ മൃതദേഹങ്ങളും 158 മൃതദേഹാവശിഷ്ടങ്ങളും പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ ഭൂമിയിൽ കൂട്ടത്തോടെ സംസ്കരിച്ചു. സർവ്വമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കാണാതായവരുടെ ബന്ധുക്കളും മന്ത്രിമാരും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനായി DNA സാമ്പിൾ നമ്പറുകൾ കുഴിമാടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 8 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കുവാനായി 10 സെന്റ് സ്ഥലം നൽകുവാൻ സന്നദ്ധരായി ദമ്പതികൾ. പറപ്പൂർ കടാംതോടിന് സമീപം താമസിക്കുന്ന ചിറ്റിലപ്പള്ളി കുന്നത്ത് ആന്റണിയും ഭാര്യ റിട്ടയർഡ് സ്കൂൾ അധ്യാപികയായ ഷാജിമോളുമാണ് സ്ഥലം നൽകുവാനുള്ള സാക്ഷ്യപത്രം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് കൈമാറിയത്. മടക്കത്ര വില്ലേജിൽ വാരിക്കുളം എന്ന സ്ഥലത്ത് ഷാജിമോളുടെ പേരിലുള്ള 10 സെന്റ് ഭൂമിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുവാനായി നൽകുന്നത്. വേലൂർ ചിറ്റിലപ്പള്ളി വീട്ടിലാണ് കർഷകനായ ആന്റണിയും ഷാജിമോളും ഇപ്പോൾ താമസിക്കുന്നത്. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ജൂലൈ മാസത്തെ ശമ്പളമാണ് കളക്ടർ നൽകിയത്. വയനാടിന് കൈത്താങ്ങായി കോർപ്പറേഷൻ മേയറുടെ 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും ഉൾപ്പെടെ 50,000 രൂപയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ കെപിസിസിക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. തോൽവി പഠിക്കാൻ മുൻ മന്ത്രി KC ജോസഫ്, INTUC സംസ്ഥാന പ്രസിഡന്റ് TR ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നിവരടങ്ങുന്ന സമിതിയാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ജൂൺ 30-ാം തീയതിയാണ് തൃശൂർ DCC ഓഫീസിൽ KPCC ഉപസമിതി തെളിവെടുപ്പ് നടത്തിയത്. തൃശൂരിലെ തോൽവിയെ തുടർന്ന് തൃശൂർ DCC പ്രസിഡന്റിനെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് മാറ്റിയിരുന്നു. ഷോളയാറിൽ കൊമ്പൻ കപാലി ചാലക്കുടി ഡെപ്യൂട്ടി തഹസിൽദാറുടെ വാഹനം ആക്രമിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ MG രഞ്ജിത് കുമാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഷോളയാർ ഡാമിന്റെ പെൻസ്ട്രോക്ക് പൈപ്പിനടുത്ത് വെച്ചായിരുന്നു സംഭവം. കാലവർഷക്കെടുതിയിൽ നാശമുണ്ടായ മലക്കപ്പാറയിൽ കപ്പായം ആദിവാസി ഊര് സന്ദർശിച്ചതിന് ശേഷം ചാലക്കുടിയിലേക്ക് വരികയായിരുന്നു ഉദ്യോഗസ്ഥർ. റോഡരികിൽ കാട്ടാന കപാലിയെ കണ്ട ഉദ്യോഗസ്ഥർ ജീപ്പ് നിർത്തിയിട്ടു. ഏറെ നേരത്തിന് ശേഷം മുന്നോട്ടെടുത്ത് ജീപ്പിന്റെ അടുത്തെത്തിയ ആന കൊമ്പുകൊണ്ട് വാഹനം ഉയർത്താൻ ശ്രമിച്ചു. തുമ്പിക്കൈ കൊണ്ട് തട്ടുകയും ചെയ്തു. ഇതിനിടെ വാഹനം പിന്നോട്ട് ഓടിച്ചുപോയി. ഷോളയാർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ റോഡിൽ നിന്നും കയറ്റിവിട്ടത്. ഒരാഴ്ചയായി കപാലി റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്നത് പതിവാണ്.
കാട്ടാനശല്യം രൂക്ഷമായതോടെ മുള്ളൂർക്കര വാഴക്കോട് നിവാസികൾ ഭീതിയിൽ. മുള്ളൂർക്കര 9-ാം വളവ്, കൊക്കൂരിക്കുണ്ട്, വാഴക്കോട്, ഇന്ദിരാജി നഗർ തുടങ്ങിയ മേഖലകളിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. വാഴ, തെങ്ങ്, പന എന്നിവ കാട്ടാന കുത്തിമറിച്ചിട്ടു. കൊക്കൂരിക്കുണ്ട് ചെരുവിൽ വീട്ടിൽ സുമതിയുടെ വീടിന് 50 മീറ്റർ അകലെ വരെ കാട്ടാനയെത്തി. ശബ്ദം കേട്ട് വീട്ടുകാർ ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. പരിഭ്രാന്തിയിലായ വീട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. കാട്ടാനയെ ഭയന്ന് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പുലർച്ചെ 4 മണിക്ക് നീച്ചപ്പോഴാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ അതുപോലെ പന്നിയാവുന്നുള്ള ധാരണയിലാണ് എടുത്തമ്മ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ മരങ്ങളിങ്ങനെ ആടുന്ന് കാണാണ്ട്. അപ്പം മരങ്ങൾ എന്തെങ്കിലും കാറ്റിന് ആടാൻ കാറ്റില്ല. അപ്പോൾ ഒന്നുകൂടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആറ് നല്ലോണം ചാഞ്ഞ് എന്നത് കണ്ടു. അപ്പോൾ പിന്നെ അങ്ങനെ വീട്ടിലൊക്കെ അതിച്ച് നോക്കുമ്പോൾ ടോർച്ച് നോക്കി നോക്കുമ്പോൾ ആനയാണ് ഇത് മനസ്സിലായി. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൻമരങ്ങൾ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി പരാതി. പ്രദേശത്ത് മാലിന്യ പ്രശ്നവും രൂക്ഷം. ശക്തൻ ബസ് സ്റ്റാൻഡിൽ കൊടുങ്ങല്ലൂർ ബസ് കയറുന്ന ഭാഗത്ത് നിൽക്കുന്ന വൻമരങ്ങളാണ് അപകടഭീതി സൃഷ്ടിക്കുന്നത്. ഇതിന് സമീപത്താണ് ഓട്ടോറിക്ഷ പേട്ടയും ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങും യൂണിയൻകാരുടെ ഷെഡുമുള്ളത്. ആഴ്ചകൾക്ക് മുൻപ് ശക്തമായ കാറ്റിലും മഴയിലും ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. മരങ്ങളുടെ ചുവട്ടിൽ വേണ്ടത്ര മണ്ണില്ലെന്നതും അപകട ഭീഷണി ഉയർത്തുന്നതായി ഓട്ടോ ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നു. നീർക്കാക്കകൾ അടക്കമുള്ള പക്ഷികളുടെ വാസസ്ഥലമായി മാറിയ ഈ മരങ്ങളുടെ പരിസരമാകെ പക്ഷികളുടെ കാഷ്ടം നിറഞ്ഞിരിക്കുകയാണ്. ഇത് യാത്രക്കാർക്കും ദുരിതമായി മാറി. അപകടാവസ്ഥയിലുള്ള മരക്കൊമ്പുകളെങ്കിലും മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. ഇതിനു പുറമെ ബസ് സ്റ്റാൻഡിനു സമീപത്തെ കൊക്കാല റോഡിലെ മാലിന്യ പ്രശ്നവും രൂക്ഷമാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും രാത്രിയുടെ മറവിൽ വലിയ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതായാണ് ആക്ഷേപം. പ്ലാസ്റ്റിക് കവറുകളിലടക്കം പ്രദേശത്ത് വലിയ രീതിയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. സെപ്റ്റിക് മാലിന്യമടക്കം സ്ഥിരമായി തള്ളുന്നുണ്ടെന്ന് കാണിച്ച് കോർപ്പറേഷന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ തൃശൂർ ഏരിയ സെക്രട്ടറി ജനാർദ്ദനൻ പറഞ്ഞു. പ്രദേശത്തെ ഓടയിലും സമീപത്തെ വെള്ളക്കെട്ടിലും അടക്കം മാലിന്യങ്ങൾ നിറഞ്ഞുകിടക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ ഇനിയെങ്കിലും അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. TCV തൃശൂർ. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ഉല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഉല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, നേതാക്കന്മാരായ ജെജു സെബാസ്റ്റ്യൻ, TM രാജീവ്, KC അഭിലാഷ്, KM വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധികമായി വരുമ്പോൾ പീച്ചി ഡാം പൂർണ്ണമായി തുറന്നുവിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുവാൻ ഒരുങ്ങി മൂർക്കനിക്കര നിവാസികൾ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ബുധനാഴ്ച ധർണ നടത്തുമെന്ന് മൂർക്കനിക്കരയിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പീച്ചി ഡാം പൂർണ്ണമായി തുറന്നുവിട്ടതിനെ തുടർന്ന് നടത്തറ പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ ജനങ്ങളുടെ ജീവിതം വെള്ളപ്പൊക്കത്താൽ ദുരിതപൂർണ്ണമായിരുന്നുവെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പുത്തൂരിൽ വെള്ളപ്പൊക്കത്തിനിരയായവർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. ഡാം മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിന്റെ വീഴ്ചയാണ് വെള്ളപ്പൊക്കത്തിനിടയാക്കിയതെന്നും സ്ഥലം MLAയും മന്ത്രിയുമായ K. രാജൻ തികഞ്ഞ അനാസ്ഥയാണ് വിഷയത്തിൽ സ്വീകരിച്ചതെന്നും മെമ്പർമാർ ആരോപിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ വെള്ളം കയറിയ പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ അരൂഷ് TA, ജിനോ TC, മിനി റജി തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ സ്കൂളുകൾ വീണ്ടും സജീവമായി. മഴയെ തുടർന്ന് ഒരാഴ്ച സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി തുടരും.
ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും മുൻകരുതലുകളും അനിവാര്യമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന സംഘം. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട്, കോതമുക്ക്, മരോട്ടിച്ചാൽ, കോക്കാത്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് വിദഗ്ധ സംഘം അഭിപ്രായ പ്രകടനം നടത്തിയത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിർമ്മിതികളുടെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കുക, തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി ലക്ഷണങ്ങളായ ഭൂമിയിലെ വിള്ളലുകൾ, ശിലാപതനങ്ങൾ, ജലത്തിലെ അസ്വാഭാവിക കലക്കൽ, കിണറുകളിലെ ജലവിധാനത്തിലുണ്ടാകുന്ന അസ്വാഭാവിക മാറ്റങ്ങൾ തുടങ്ങിയവ നിരീക്ഷിച്ച് താഴ്വാരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും യഥാസമയം അധികാരികളെ വിവരമറിയിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണമെന്ന് സംഘം നിർദ്ദേശിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ശ്രീകുമാർ, കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എസ് ജോൺ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ, പരിഷത്ത് പരിസര വിഷയ സമിതി ജില്ലാ കൺവീനർ ഒ എൻ അജിത് കുമാർ, ടി സത്യനാരായണൻ എന്നിവർ പഠന സംഘത്തിലുണ്ടായിരുന്നു. പുതുക്കാട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന ഭർത്താവും മാതാവും മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു. ആത്മഹത്യ ചെയ്ത അനഘയുടെ ഭർത്താവ് പുതുക്കാട് വടക്കേത്തുറവ് പുളിക്കൽ വീട്ടിൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു തിലകൻ എന്നിവരാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അഭിഭാഷകൻ മുഖാന്തരം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. ഹൈക്കോടതി അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് പുതുക്കാട് പോലീസും സംഭവം അറിഞ്ഞത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് നിലപാട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പുതുക്കാട് വടക്കേത്തുറവ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ അനഘ ഒരാഴ്ച മുൻപാണ് മരിച്ചത്. രജിസ്റ്റർ വിവാഹം രഹസ്യമാക്കി വെച്ചിരുന്ന അനഘ 1.5 മാസം മുൻപ് ചിറ്റിച്ചേരിയിലെ ബന്ധുവീട്ടിലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു തിലകൻ എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തതോടെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം പൂട്ടിക്കിടന്ന പ്രതികളുടെ വീട് ആക്രമിച്ചതിന് അനഘയുടെ സഹോദരൻ അഖിൽ ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം. മാതാപിതാക്കൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. കാവിൽക്കടവ് പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷോണിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇക്കഴിഞ്ഞ മെയ് 27 പുലർച്ചെയാണ് ഷോണിനെ കാണാതാകുന്നത്. പിറ്റേന്ന് രാവിലെ കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തന്റെ മകൻ ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളില്ലെന്നും അഥവാ ആത്മഹത്യ ചെയ്യുകയായിരുന്നെങ്കിൽ അതിനു പിറകിൽ മറ്റാരുടെയോ ഇടപെടലുണ്ടായിട്ടുണ്ടെന്നുമാണ് ജാക്സൺ പറയുന്നത്. ഷോൺ എഴുതിയതെന്ന് പറയുന്ന ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം മറ്റാരുടേതോ ആണെന്നും ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ഷോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചെയ്യേണ്ടി വന്ന കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ പേര് എഴുതിയിട്ട് അവിടെ വെട്ടിത്തിരുത്തലുണ്ടായിരുന്നു. ആ തിരുത്തലിൻ്റെ ഉള്ളിൽ പേര് പറഞ്ഞാൽ പതിഞ്ഞ് കിടക്കണം. എന്നിട്ട് പോലീസ് എന്നോട് ചോദിക്കുകയും ചെയ്ത് ആരാണെന്ന് ചോദിച്ചു. ഞാനൊക്കെ കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷെ അത് വെട്ടിത്തിരുത്തൽ കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കണത് കൈയക്ഷരം എനിക്ക് സംശയം തോന്നി. അപ്പം തന്നെ അവൻ എഴുതിയ പുസ്തകങ്ങൾ, അവൻ പഠിച്ച ബാഗിൽ നിന്ന് പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ എഴുതിയേക്കണം ഇംഗ്ലീഷിലെ വാചകങ്ങളും ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമുണ്ട്. ഞാൻ ഈ പുസ്തകവും കാര്യങ്ങളും തെളിവൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പുറത്തൊക്കെ അവർ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട്. ഈ കൈയക്ഷരം ഇവൻ്റെ അല്ല, ഈ പുസ്തകത്തിലുള്ളതും ഈ കത്തിലുള്ളതും തമ്മിൽ ഒരു മാച്ചിങ് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഓക്കെ പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞ വിശ്വസിച്ച് ഞാനിവിടെ കാത്തിരുന്നു. 5ാം ക്ലാസ് മുതൽ കോട്ടയം രാജഗിരി സേവാഗ്രാം പള്ളിക്കൂടത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചു വന്നിരുന്ന ഷോൺ മെയ് 27 അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. അന്വേഷണത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന് ജാക്സൺ ആരോപിക്കുന്നു. ഏക മകന്റെ മരണത്തിന് പിറകിലുള്ള ദുരൂഹത അകറ്റുവാൻ നിയമയുദ്ധത്തിനൊരുങ്ങുകയാണ് മാതാപിതാക്കൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അന്നമനട വെണ്ണൂർപ്പാടത്ത് ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ ബസ് താഴുകയായിരുന്നു. പരിക്കേറ്റവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുഃഖസൂചകമായി താഴ്ത്തിക്കെട്ടിയ തൃശൂർ കോർപ്പറേഷന് മുൻപിലെ ദേശീയ പതാക തകരാർ മൂലം ഉയർത്താനാകാതെ അനാദരവോടെ നിലനിർത്തിയിരിക്കുകയാണെന്ന് ആക്ഷേപം. ദുഃഖാചരണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടും കൊടി ഉയർത്തിക്കെട്ടാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് KSU ജില്ലാ കമ്മിറ്റി അംഗം കൈലാസ് പി നായർ മേയർക്കും സെക്രട്ടറിക്കും പരാതി നൽകിയത്. ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ കൊടി ഉയർത്തുന്ന റോപ്പിന്റെ തകരാർ മൂലമാണ് കൊടി ഉയർത്താനാവാത്ത സാഹചര്യം ഉണ്ടായത്. ചെന്നൈയിൽ നിന്ന് വിദഗ്ധരെത്തി തകരാർ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പതാക പുനഃസ്ഥാപിക്കുമെന്ന് മേയർ പരാതിക്കാരൻ ഉറപ്പു നൽകി.
വടക്കാഞ്ചേരി തെക്കുംകരയിൽ വീട് ഭാഗികമായി തകർന്നു. പുന്നമ്പറമ്പ് മേപ്പാടത്ത് പയ്യപ്പാടൻ കുമാരിയുടെ വീടാണ് തകർന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. ഭർത്താവ് മരിച്ച കുമാരി ഒറ്റയ്ക്കാണ് താമസം. കോൺക്രീറ്റ് വീടിന്റെ ടെറസ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായതിനാൽ കുമാരി അയൽവാസികൾക്ക് ഒപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കാത്തലിക് സിറിയൻ ബാങ്ക് അവാർഡ് സ്റ്റാഫ് യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. CSB ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, INTUC നേതാവ് ജോൺസൺ ആവോക്കാരൻ, ബെഫി ജോയിന്റ് സെക്രട്ടറി PH വിനീത തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആശ്വാസമാകാൻ കല്ലൂർ ഷേണായിസ് ബസ്സുകളുടെ കാരുണ്യ സർവീസ്. ചെമ്പംകണ്ടം ഭരത തൃശൂർ വെളുത്തൂർ തൃശൂർ റൂട്ടിലോടുന്ന ഷേണായിസ് ബസ് സർവീസിന്റെ 4 ബസ്സുകളുടെ തിങ്കളാഴ്ചയിലെ കളക്ഷൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയായിരുന്നു. ബസ്സിൽ കയറുന്നവർ യാത്രാ നിരക്കിനൊപ്പം ഇഷ്ടമുള്ള തുക കണ്ടക്ടറുടെ കൈവശമുള്ള ബക്കറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു. ബസ് ഉടമ രാംകുമാറിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഷേണായിസിന്റെ സേവന ഓട്ടം. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, ലിൻഡോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് ചീനിക്കാസ് ഗ്രൂപ്പിന്റെ കാരുണ്യയാത്ര. തൃശൂർ, എറണാകുളം ജില്ലകളിൽ സർവീസ് നടത്തുന്ന ചീനിക്കാസ് ഗ്രൂപ്പിന്റെ 30 സ്വകാര്യ ബസ്സുകളുടെ തിങ്കളാഴ്ചയിലെയും ചൊവ്വാഴ്ചയിലെയും മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. എല്ലാ ബസ്സുകളും വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന ബാനർ പ്രദർശിപ്പിച്ചാണ് സർവീസ് നടത്തിയത്. കാടുകുറ്റി സ്വദേശിയായ ആന്റണി ആൽബിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രൂപ്പിലെ ബസ്സുകളിൽ 15 എണ്ണം ചാലക്കുടി മേഖല കേന്ദ്രീകരിച്ചാണ് സർവീസ് നടത്തുന്നത്. കാരുണ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് MLA TG സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. സിവിൽ എഞ്ചിനീയർമാരുടെ അത്യാധുനിക അക്കാദമിക് അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൌൺസിലിന്റെ തൃശൂർ ചാപ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഹോട്ടൽ പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ച ICEC തൃശൂർ ചാപ്റ്റർ ലോഞ്ചിംഗ് ചടങ്ങ് ICEC സംസ്ഥാന വൈസ് ചെയർമാൻ എഞ്ചിനീയർ അബ്ദുൾ മുഹീഷ് ഉദ്ഘാടനം ചെയ്തു. ICEC മലബാർ സോൺ ചെയർമാൻ എഞ്ചിനീയർ അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ റഹീസ് പൂത്തലത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽ K മാത്യു, അനിമോൻ മാത്യു, ശിഹാബുദ്ദീൻ, നൌഷാദ് അലി, ഫൈസൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ജോർജ് P ഏലിയാസ് ക്ലാസ് എടുത്തു. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ നൂതന രീതികളിലും സാങ്കേതിക വിദ്യകളിലും സിവിൽ എഞ്ചിനീയർമാർക്ക് അവബോധമുണ്ടാക്കുന്നതിനായി ക്ലാസുകൾ, സെമിനാറുകൾ, പരിശീലനങ്ങൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ് തുടങ്ങിയവ സംഘടിപ്പിക്കും. ബിടെക് കഴിഞ്ഞ് 3 വർഷം പ്രവൃത്തി പരിചയമുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനെ ഫെല്ലോ മെമ്പർഷിപ്പ്, ബിടെക് കഴിഞ്ഞവർക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ്,
ബിടെക് വിദ്യാർത്ഥികൾക്ക് പ്രീ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന രീതിയിൽ അംഗത്വം നൽകും. സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് കൃത്യതയും ഗുണമേന്മയുമുള്ള നിർമ്മാണങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ സിവിൽ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുവാൻ അസോസിയേഷന് കഴിയുമെന്ന് തൃശൂർ ഡിസ്ട്രിക്ട് ചെയർമാൻ സാജൻ ജോസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CG ഗിരീഷ്, ഡോക്ടർ ഹരിനാരായണൻ, സിയോജ് K ജെയിംസ്, R ജയകൃഷ്ണൻ തുടങ്ങിയവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച അമൃത TV തൃശൂർ ബ്യൂറോ ക്യാമറമാൻ PV അയ്യപ്പന്റെ ഭൗതിക ശരീരം പ്രസ് ക്ലബ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MB വിനീത, കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ്, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് O രാധിക, സെക്രട്ടറി പോൾ മാത്യു, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഭാരവാഹികൾ, BJP വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിൽ മൃതദേഹം സംസ്കരിച്ചു. മാളയിൽ ആഴവും ഒഴുക്കുമുള്ള തോട്ടിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന മധ്യവയസ്കയ്ക്ക് രക്ഷകനായി നാട്ടുകാരൻ. തിരുമുക്കുളം മുട്ടക്കടവിലെ പാലത്തിനോട് ചേർന്നുള്ള തോട്ടിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന സ്ത്രീയെയാണ് നാട്ടുകാരനായ പുതുവാക്കാട്ട് വീട്ടിൽ വേണുഗോപാൽ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. വേണുഗോപാൽ താൻ നടത്തുന്ന കുണ്ടൂരിലെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് മുട്ടക്കടവ് തോട്ടിൽ ഒഴുക്കുള്ള ഭാഗത്ത് 2 കൈകൾ ഉയർന്നു കണ്ടത്. ആദ്യം കൈയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. തുടർന്ന് അതുവഴി വന്ന കുട്ടികളോട് വിവരം പറഞ്ഞ ശേഷം പോക്കറ്റിലെ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്ത് ഷർട്ടിൽ പൊതിഞ്ഞ് സ്കൂട്ടറിൽ വെച്ച് തോട്ടിലേക്ക് ചാടുകയായിരുന്നു. നീന്തൽ അറിയാമെന്ന ധൈര്യത്തിലാണ് ചാടിയതെങ്കിലും നല്ല ഒഴുക്കുണ്ടായിരുന്നത് ആശങ്കയുണ്ടാക്കിയെന്ന് വേണുഗോപാൽ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ തോട്ടിലെ വെള്ളം അങ്ങനെ നല്ല ഒഴുക്കാണല്ലോ തോട്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ചേച്ചി ഇങ്ങനെ ചേച്ചിയാണോ എന്താണെന്നറിയില്ല, ഒരു പട്ട മാതിരി എനിക്കാദ്യം തോന്നില്ല. കൈ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പട്ട ഒഴുകണമെന്ന് വിചാരിച്ചത്. അതിന് നോക്കിയപ്പോഴാണ് ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി എന്ന് പറഞ്ഞൊരു നൈറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരും ആ പരിസരത്തില്ല, ആരും ഉണ്ടായില്ല. ഞാൻ ഇപ്പുറത്തെ കൂടി ചെന്ന് ധൈര്യത്തോടെ കൊണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ മുങ്ങി ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ചണ്ടിയിൽ നിന്നൊക്കെ ഒരു പിടുത്തമുണ്ടെന്നോ ആൾക്ക്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ശരിയോട് വേറെ ആളും കൂടി വന്നു, ഒരു ഒത്തനും കൂടി വന്ന് ആളും കൂടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കയറ്റി അപ്പോൾ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കളയിപ്പിച്ചു. TCV ന്യൂസ്, മാള. ആത്മഹത്യ ചെയ്ത ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളികൾക്ക് 25% ശമ്പള വർധന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയൻ തൊഴിലാളികൾ ധർണ നടത്തി. തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൗസിന് മുൻപിൽ നടന്ന ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോഫി ഹൗസ് യൂണിയൻ ജനറൽ സെക്രട്ടറി CK രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് KF ദേവി, ട്രഷറർ RV ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് മാലിന്യമുക്ത പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസാക്കി മാറ്റുന്നതിന്റെ ഉദ്ഘാടനം സേവ്യർ ചുറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB സനൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M രാധിക, കൌൺസിലർ അനൂപ് കിഷോർ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ്, ആശുപത്രി, നഴ്സിംഗ് ഹോസ്റ്റലുകൾ, വിവിധ വകുപ്പ് ഓഫീസുകൾ ഉൾപ്പെടെ 250 ഏക്കർ സ്ഥലത്തെ ശുചീകരണ വാരമാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ സർവീസ് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടന, കോളേജ് യൂണിയനുകൾ, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, SYS സാന്ത്വനം തുടങ്ങിയ സംഘടനകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവൃത്തികളിൽ അണിചേരും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3285 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വയനാട് ദുരന്ത മേഖലയിലെ തെരച്ചിൽ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ദുരന്ത സ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ KPCCക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന റിപ്പോർട്ടിൽ സൂചന.
ഷോളയാറിൽ കൊമ്പൻ കബാലി ഡെപ്യൂട്ടി തഹസിൽദാറുടെ വാഹനം ആക്രമിച്ചു. തഹസിൽദാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കാട്ടാന ഭീതിയിൽ മുള്ളൂർക്കര വാഴക്കോട് നിവാസികൾ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൻമരങ്ങൾ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി പരാതി. പ്രദേശത്ത് മാലിന്യ പ്രശ്നവും രൂക്ഷം. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പി.സി. ഡാം തുറന്നുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും മുൻകരുതലുകളും അനിവാര്യമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന സംഘം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.